മാധ്യമപ്രവർത്തകനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് എറണാകുളം പ്രസ് ക്ലബ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. സുരേഷ് ഗോപിയുടെ അധിക്ഷേപവും വിരട്ടലും തുടർന്നാൽ ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് കേരള പത്രപ്രവർത്തക യൂണിയൻ നിർബന്ധിതരാകുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം പ്രസ് ക്ലബ് പ്രസിഡന്റ് ആർ ഗോപകുമാർ നിർവഹിച്ചു. പ്രതികരണം ആരാഞ്ഞതിന് മാധ്യമപ്രവർത്തകനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ചാണ് എറണാകുളം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗവും പ്രകടനവും സംഘടിപ്പിച്ചത്. സത്യം വെളിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നമ്മൾ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നമാണിതെല്ലാം. ഏറ്റവും അവസാനത്തേതാണ് 24 ന്യൂസിലെ അലക്സ് റാം മുഹമ്മദിന് നേരെ അദ്ദേഹത്തെ വിളിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ട് ഭീഷണിപ്പെടുത്തുകയും അധിക്ഷേപം സംസാരിക്കുകയും ചെയ്തത്. ഇതിൽ KWJ ഇന്ന് സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധിക്കുകയാണ്. അതിന്റെ ഭാഗമായി എറണാകുളം പ്രസ് ക്ലബ്ബ് അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. മാധ്യമപ്രവർത്തകരെ തുടർച്ചയായി അധിക്ഷേപിക്കുന്ന സുരേഷ് ഗോപിയുടെ ഈ നിലപാട് തുടർന്നാൽ ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് കേരള പത്രപ്രവർത്തക യൂണിയൻ നിർബന്ധിതരാവുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. പ്രസ് ക്ലബ് പ്രസിഡന്റ് ആർ ഗോപകുമാർ പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ മാധ്യമങ്ങൾ നാലാം തൂണാണെന്ന് പറയുകയും തരം കിട്ടുമ്പോൾ ചവിട്ടുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഭരണാധികാരികൾ ചെയ്യുന്നത്. നിരന്തരമായ ഒരു ഫാസിസത്തിന്റെ തുടർച്ച എന്നുള്ള രീതിയിൽ അവരുടെ ഒറ്റയാൾ പോരാട്ടങ്ങളാണ്. അതായത് താൻ മാത്രമാണ് അധികാരിയെന്നും താൻ പറയുന്നത് വാക്കൈ പൊത്തി കേൾക്കണം എന്നും പറയുന്ന പഴയ ഏകാധിപതികളുടെ സ്വരത്തിലാണ് ഇന്ന് ഒരു സഹമന്ത്രിയായ സുരേഷ് ഗോപി മുതൽ വലിയ മന്ത്രിമാർ വരെ നടത്തുന്നത്. അപ്പോൾ ചോദ്യം ചെയ്യുക എന്നുള്ളത് നമ്മുടെ അടിസ്ഥാനപരമായ ഒരു വികാരമാണ്. അത് നമ്മൾ ചോദ്യം ചെയ്തിരിക്കും. സുരേഷ് ഗോപിയല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ഗോപിയാണെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയം കാണിക്കുകയും സിനിമാടനാണെന്ന് പറഞ്ഞ് വരികയും ചെയ്താൽ പട്ടിയുടെ വില പോലും കൊടുക്കാതെ വഴിയിലൂടെ കടന്നു പോകുന്ന ഒരു കേന്ദ്രമന്ത്രി നിങ്ങൾക്ക് കാണേണ്ടി വരും. അദ്ദേഹം ഇപ്പോഴും സെല്ലിലോയിഡ്, അദ്ദേഹം സിനിമാടനാണ്. ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ മേക്മാനും ബാക്കി പരിചരിക്കുന്ന ആളുകളും അദ്ദേഹത്തിന്റെ പരിചാരകരുമാണ് എന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത്. അധികാരം പോയി കഴിഞ്ഞാൽ ഈ ഗോപിയും വെറും ഗോപിയാണ് എന്ന് അയാൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ജനാധിപത്യത്തിൽ ഒരു അന്തസ്സത്ത മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറണം. ഇല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കിക്കും എന്ന് മാത്രം പറയുന്നു. KUWJ സംസ്ഥാന സെക്രട്ടറി ബിനിത ദേവസി, സംസ്ഥാന സമിതി അംഗങ്ങളായ ബി ദിലീപ് കുമാർ, CS ബൈജു, ജിപ്സൺ സിക്കേര, എക്സിക്യൂട്ടീവ് എഡിറ്റർ PP ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. പലവട്ടം ഈ കാര്യത്തിൽ KUWJ ഇടപെടുകയും ഇത്തരം പരാമർശങ്ങൾ നടത്തരുത് എന്ന അഭ്യർത്ഥന അദ്ദേഹത്തിന് മുന്നിൽ വെക്കുകയും ചെയ്തതാണ്. പക്ഷേ ആ അഭ്യർത്ഥനകളൊന്നും ചെവിക്കൊള്ളാതെ തുടർച്ചയായ അധിക്ഷേപങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ നടത്തുന്നു. ഇതിനൊരു അടുത്ത ഘട്ടമെന്ന നിലയിൽ ഇദ്ദേഹത്തെ നിയന്ത്രിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയോടും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയോടും മറ്റുള്ള ഘടകങ്ങളോട് നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നത്. അത്തരത്തിൽ മാത്രമേ പുള്ളിയുടെ നിയന്ത്രണ വിധേയമായിട്ട് പുള്ളിയുടെ അഹങ്കാരത്തെയും ധാർഷ്ട്യത്തെയും നമുക്ക് ഒതുക്കാൻ സാധിക്കുകയുള്ളൂ. മാധ്യമപ്രവർത്തകരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല ഈ മാധ്യമപ്രവർത്തനം നടത്തുന്നത്. ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയെ പോലുള്ളവർ ചെയ്യുന്നത് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ ഭീഷണി കൊണ്ട് നീക്കി നിർത്താനാണ് ശ്രമിക്കുന്നത്. രാഷ്ട്രീയത്തിലേക്ക് മാറുമ്പോൾ സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ടത് താങ്കൾ ഒരു സിനിമാ പ്രവർത്തകനല്ല, ഇവിടുത്തെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന കേന്ദ്രത്തിലെ ഒരു മന്ത്രിയാണ്. എറണാകുളം പ്രസ് ക്ലബ് സെക്രട്ടറി M ഷജിൽ കുമാർ സ്വാഗതവും ട്രഷറർ അഷ്റഫ് തൈവളപ്പ് നന്ദിയും പറഞ്ഞു. തുടർന്ന് മേനക ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കുറഞ്ഞ പലിശ, കൂടുതൽ പണം, 30 വർഷത്തെ പാരമ്പര്യം, ഹൃദ്യമായ സേവനം, ഞൊടിയിടയിൽ പണം. സൗത്ത് ഇന്ത്യയിലെ 100% വിശ്വസിക്കാവുന്ന സ്ഥാപനം CFL ക്യാപിറ്റൽ ഫിൻസർവ് ലിമിറ്റഡ്. മാറുന്ന ജീവിതം, മാറാത്ത വിശ്വാസം.